ഉച്ചയോളം കഴിഞ്ഞ് ഞാനിങ്ങനെ മേളിലോട്ട് നോക്കി ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കിയപ്പം നമ്മളുടെ വരിക്കപ്ലാവിൽ ചക്ക ഉണ്ടായി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വരിക്കപ്ലാവ് ഒരു പ്രത്യേകമുണ്ട്, തേൻവരിക്കയാണ് കേട്ടോ. ഭയങ്കര മധുരമാണ് ഈ ചക്കയ്ക്ക്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത് മുകളിലേക്കാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം തനിയെ വീഴുകയും വവ്വാല് കഴിച്ചൊക്കെയാണ് ഇതിങ്ങ് പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്ലാവിൻ്റെ മൂട്ടിൽ ചെന്ന് അതിനെ വഴക്ക് പറഞ്ഞതുകൊണ്ട് എന്നെ പേടിച്ച് പാവം പ്ലാവ് താഴെയാണ് ഇപ്രാവശ്യം ചക്കയൊക്കെ ഇട്ടത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം എല്ലാം നല്ലതായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ ഭാസുര ചേച്ചിയുടെ വീട്ടിലെ മാവ് കായ്ച്ച് കൊല കുത്തി നമ്മളുടെ പറമ്പിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന കേട്ടോ. നല്ല ഭംഗിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് കൊതിയൊക്കെ വന്ന് കടിച്ച് നിന്നാൽ എന്താണെന്നൊക്കെ തോന്നി കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ അതേ തൊട്ടില്ല, അത് പറിക്കാനും ശ്രമിച്ചില്ല. എന്നുവെച്ചാൽ അങ്ങനെ കിടക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ അതുപോലെ നമ്മൾ ചോദിക്കാതൊക്കെ പറിക്കുന്നത് ശരിയല്ലല്ലോ. പിന്നെ നമുക്ക് ഭാസുര ചേച്ചിയൊക്കെ ചോദിച്ച് നമുക്ക് ഒരെണ്ണം പറിച്ച് പുളിയൊക്കെ തിന്നാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുമല്ല പിന്നെ എന്താണ് അതങ്ങനെ നിൽക്കുന്ന കാണുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് കിളിച്ചുണ്ടമാവാണ്. ഇത് കുറച്ച് കഴിയുമ്പം പുഴു കുത്തി അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മൾ വിളയുമ്പോഴേ ഇത് പറിച്ചെടുക്കുക. പിന്നെ ഇങ്ങനെ നമുക്ക് നമ്മുടെ സ്നോബൽ, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ പുറകിലെത്തുന്ന ഒരാളാണ് എൻ്റെ സ്നോബൽ കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം അവളിങ്ങനെ നോക്കുകയാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും അവൾ വരുന്നില്ല. ഞാൻ പോയപ്പോഴും അവളവിടെ തിരിഞ്ഞ് നിൽക്കുക. അവിടെയൊക്കെ ബോംബുണ്ടോ എന്നൊക്കെ അവൾ സെർച്ച് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നോക്കിയത് വിളിച്ചിട്ടൊന്നും വരില്ല. ഷൂളവടിച്ചും കയ്യാട്ടിയൊക്കെ വിളിച്ച് നോക്കി, അവൾ വരുന്നില്ല. പിന്നെ മടിച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വരുക. പിന്നെ ഞാൻ വിചാരിച്ച് വരുന്നേ കാരണം വെച്ചിട്ട് ഞാനങ്ങ് പോയപ്പോഴത്തേ പുള്ളിക്കാരി ഓടി എത്തി കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മളുടെ കൊന്ന മരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കൊന്ന ഇങ്ങനെ പൂത്ത് കിടക്കുന്നു. നമുക്ക് താഴ്ന്നൊരു കൊന്ന കിടക്കുന്നു കേട്ടോ. മഞ്ഞക്കരി കൊന്ന പൂവിന് അങ്ങനെ പാട്ടില്ല, എനിക്കത് ആ പാട്ടൊക്കെ ഓർമ്മ വന്നു, അറിയത്തില്ല പാടാൻ. പിന്നെ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ നമ്മളുടെ കിഴുക്കുത്തിമുല്ല ഇങ്ങനെ പൂത്ത് കിടക്കുന്ന കണ്ടു കേട്ടോ. ഈ കിഴുക്കുത്തിമുല്ലയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഇവിടുത്തെ അമ്മയുടെ വീട് കോന്നിയിലാണ് കേട്ടോ. അവിടുന്ന് അമ്മ കൊണ്ടുവന്ന ചെടിയാണ് ഈ കിഴുക്കുത്തിമുല്ല. ഇതിൻ്റെ ഭംഗി കണ്ട് അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ. ഇപ്പോൾ പറമ്പ് മൊത്തം ഈ ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് അതിനൊരു ബാഡ് സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഇതിൻ്റെ പൂവുണ്ടല്ലോ നല്ല ഒരു മണമാണ്. ഇലയ്ക്ക് ഒരു പിന്നെ വല്ലാത്ത മണമാണെങ്കിൽ പൂവിന് നല്ല മണമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ പൂവൊക്കെ വെച്ച് ഞാനൊന്ന് സുന്ദരിയാകാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. തലയിലൊക്കെ ചൂടാം, കയ്യിലൊക്കെ വളയൊക്കെ കെട്ടിയിടാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കെട്ടിയിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോഴാണ് നമ്മളുടെ ഉണ്ണിമോളുടെ രംഗപ്രവേശം. അമ്മ ഇങ്ങനൊന്നും അല്ല അമ്മ ചെയ്യുന്നേ, ഞാൻ ചെയ്ത് കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ അത് കോർത്ത് കയ്യിലൊക്കെ കെട്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ പക്ഷെ കാണാനൊക്കെ. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മളുടെ വീഡിയോ.